അഡ്വക്കേറ്റ് ടി ബി മിനി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇപ്പോൾ ബേലിൻ ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു, എങ്ങനെ കാണുന്നു? അല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അയാള് ഒരു അടിച്ചു എന്ന് പറയുന്നുള്ള ഓഫൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ ജാമ്യം അനുവദിക്കും. 2 ദിവസമൊക്കെ അകത്തിട്ടിട്ട് ജാമ്യം അനുവദിക്കും. അതിന് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല, സ്വാഭാവികമായ ജാമ്യമാണ്. പക്ഷെ ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് മാത്രമേ സാധ്യമാവുള്ളൂ. പിന്നെ നമ്മൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ ജൂനിയർ അഭിഭാഷകയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഏതായാലും നടപടികളായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് 6 മാസത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അത്രയേ ഉള്ളൂ അതില്. ഇപ്പോൾ ഈ ഷാമിലി പറയുന്നുണ്ട് ഇനിയും ഈ പോലീസ് സ്വീകരിച്ച നടപടിയിൽ ഉൾപ്പെടെ ഇനി കൂടുതൽ ഈ ജാമ്യം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ മർദ്ദന സ്വഭാവം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ ഒരു നടപടിക്ക് അതുമായി ബന്ധപ്പെട്ട് ഷാമിലി ഇപ്പോൾ നൽകിയ പരാതി, അതിൻ്റെ തുടർ നടപടികൾ, അതൊക്കെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് സഹായകമാകും. അതിനപ്പുറത്തേക്ക് ഇനി മറ്റൊന്നുമില്ല എന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. അല്ല, ഈ കേസില് ഇപ്പൊ ഇനി എന്താ ചെയ്യാ? അതിൽ ആ ഒഫൻസ് അത്രയേ ഉള്ളൂ. ആ ഒഫൻസ് ബെയില് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. അത് മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്ന ഒരു ഒഫൻസ് ആണ്. അപ്പൊ ആ നിലയിൽ 2 ദിവസം എന്തായാലും അയാളെ ജയിലിലാക്കി. അത് കഴിഞ്ഞിട്ടാണല്ലോ ജാമ്യം കൊടുത്തത്. അപ്പൊ അത് മാത്രമേ അതില് കണക്കാക്കാൻ പറ്റുള്ളൂ. അതൊരു സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യമാണ്. ഇത്തരം കേസുകളിൽ ഇത്ര ദിവസത്തിൽ കൂടുതലൊന്നും ഒരു പ്രതിനെയും അഡ്വക്കേറ്റ് അല്ലെങ്കിലും ഒരു പ്രതിനെയും അകത്തിടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യം കിട്ടലായിട്ട് നമ്മൾ കാണേണ്ടത്. ഇനി കേസ് നടത്തണോ, ഇതിലുള്ള വിവരമില്ല. നമ്മൾ ജാമ്യം കിട്ടാതിരിക്കുന്നതും അല്ല പ്രശ്നം. ജാമ്യത്തിന് ശേഷം നടത്തുന്ന കേസുണ്ട്. ആ കേസ് സ്ട്രോങ് ആയിട്ട് നടത്തുമ്പോഴാണ് ഇതിലൊക്കെ ഗുണം ഉണ്ടാവണം. ശരി, അതുണ്ടാകുമെന്നുള്ളത് കണ്ടറിയുകയും ചെയ്യണം. ഏതായാലും നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി വിഷയത്തിൽ പ്രതികരിച്ചതിന്.